നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ശ്യാം സി ജോസഫിന്റെ മകൻ ലെനൻ സി ശ്യാമാണ് മരിച്ചത്. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏറ്റുമാനൂരിൽ CPM BJP സംഘർഷം. സ്ത്രീകൾക്കുൾപ്പെടെ പരിക്കേറ്റു. ഇരു പാർട്ടികളുടെയും ഫ്ലക്സുകളും പോസ്റ്ററുകളും നശിപ്പിക്കപ്പെട്ടു. സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി. ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ശ്യാം സി ജോസഫിന്റെ മകൻ ലെനൻ സി ശ്യാം ആണ് മരിച്ചത്. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏറ്റുമാനൂരിൽ CPM BJP സംഘർഷം. സ്ത്രീകൾക്കുൾപ്പെടെ പരിക്കേറ്റു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ മന്ത്രി BN വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഇരു പാർട്ടികളുടെയും ഫ്ലക്സുകളും പോസ്റ്ററുകളും നശിപ്പിക്കപ്പെട്ടു. ഞങ്ങള് മാറത്തില്ല. സമ്മതിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങൾ സമരം നടത്തുന്നത് അതാ പറഞ്ഞത്. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് തോന്നിവാസമാണ്. അതങ്ങനെ സംഭവിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതുപോലൊരു കൊച്ചു കുട്ടിയെ പോലും അതൊന്ന് ആലോചിക്കണം. ഒരു മര്യാദ വേണ്ടേ? ഇതുമാരെ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് ഈ CPM ആൾക്കാർ. അല്ല, എന്തായാലും അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ട് സമരം കഴിഞ്ഞ് പിരിഞ്ഞു പോയ ആളുകളോടാണ് ഇവരത് ചെയ്യുന്നത്. ഇതിങ്ങനെ കൈയും കെട്ടിയും നമ്മൾ നോക്കിക്കത്തില്ല. നോക്കാം എന്ത് വരുന്നു. അല്ല, പോലീസുകാർ നോക്കട്ടെ, ഞങ്ങളെ മാറ്റപ്പെട്ട് നോക്കട്ടെ.
സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി. ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ആശങ്ക പരിഹരിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 13 നടക്കുന്ന ചർച്ചയിലൂടെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി പ്രതികരിച്ചു. സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും മന്ത്രി പറഞ്ഞു. ശനിയാഴ്ച 2 മണിയോടുകൂടിയാണ് മന്ത്രി ശിവൻകുട്ടിയും കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും ബിഷപ്പിനെ കാണാൻ എത്തിയത്. സഭയുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രി ഉറപ്പു നൽകി. വിഷയം പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു. തിരുമേനിയായിട്ട് കുറേ സമയം ചിലവഴിച്ചു. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ തിരുമേനിയോട് പറയട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഏത് തരത്തിലേക്ക് ചർച്ചകളെ പരിഹരിക്കപ്പെടാമെന്നാണ് കരുതുന്നത്? അങ്ങനെ സഭകളുടെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊന്നുമല്ല ഇവിടെ ഭിന്നശേഷി നിയമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13-ാം തീയതി തന്നെ അതിൻ്റെ ചർച്ച വെച്ചു. അതേസമയം ഭിന്നശേഷി വിഷയം പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചങ്ങനാശ്ശേരി ബിഷപ്പിനെ നേരിട്ട് കണ്ട് പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത്. ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ആശങ്ക പരിഹരിക്കാനുള്ള നീക്കത്തിൽ സന്തോഷമുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ അങ്ങനെയാണ് അവരുടെ നേതാക്കന്മാർ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല. നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ NSS മാനേജ്മെൻറ്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ്. ഗവൺമെൻറ്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SNDP യോഗം 853 നമ്പർ തലനാട് ശാഖയിലെ ജ്ഞാനേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകളും അഷ്ടബന്ധ ലേപനവും സഹസ്ര കലശവും ഒക്ടോബർ 14 മുതൽ 22 വരെ. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ്, മേൽശാന്തി ജമീഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 14 വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് ആചാര്യവർണം, അത്താഴപൂജ, പ്രഭാഷണം എന്നിവ നടക്കും. 15 രാവിലെ 5:30 മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് 6:30 ദീപാരാധന, ലളിത സഹസ്രനാമാർച്ചന, അത്താഴപൂജ, 14 രാവിലെ മഹാഗണപതി ഹോമം, ഭഗവതി സേവ, 17 രാവിലെ തിലഹോമം, സായുജ്യപൂജ, വൈകുന്നേരം ദീപാരാധന, വാസ്തുഹോമം, പുണ്യാഹം, അത്താഴപൂജ എന്നിവയും നടക്കും. 18 രാവിലെ മുളപൂജ, പഞ്ചകം, വിശേഷാൽ പൂജ, വൈകുന്നേരം ദീപാരാധന, ഭഗവതി സേവ, അത്താഴപൂജ, 19 രാവിലെ ശാന്തി ഹോമം, വൈകുന്നേരം ഭഗവതി സേവ, 20 വൈകുന്നേരം ഭഗവതി സേവ, മുളപൂജ, അത്താഴപൂജ, 21 രാവിലെ തത്വകലശ പൂജ, പരികലശ പൂജ, വൈകുന്നേരം അധിവാസ ഹോമം, അത്താഴപൂജ എന്നിവ നടക്കും. 22 രാവിലെ അധിവാസം വിടർത്തി പൂജ, 9:10 അഷ്ടബദ്ധ ലേപനം, തുടർന്ന് വിശേഷാൽ പൂജ, ആചാര്യദക്ഷിണ, അന്നദാനം എന്നിവയും നടക്കും. തലനാട് ശ്രീ ജ്ഞാനേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമംഗല പരിഹാര ക്രിയകൾ ഈ മാസം 14-ാം തീയതി രാവിലെ മുതൽ ആരംഭിച്ച് 22-ാം തീയതി പരിസമാപിക്കുകയാണ്. ആ ദിവസങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടുകളാണ് നടക്കുന്നത്. അതായത്
ഭക്തജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതും എന്നാൽ ഭക്തജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദവും ഏറ്റവും അഭികാമ്യവുമായ മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ സുദർശന ഹോമം, ഗണപതി ഹോമം, അതുപോലുള്ള ഹോമാദികളും മറ്റ് ശ്രേഷ്ഠമായ ഭഗവത് സേവ, മറ്റ് ക്ഷേത്ര സംബന്ധമായ എല്ലാ ചടങ്ങുകളും ഒന്നിനൊന്ന് കോർത്തിണക്കി പൂർത്തീകരിക്കുന്ന ദിവസങ്ങളാണ് ഈ 9 ദിവസം എന്ന് പറയുന്നത്. അവസാന ദിവസം 22-ാം തീയതി രാവിലെ മുതൽ ശ്രേഷ്ഠമായ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമത്തോടുകൂടിയുള്ള ചടങ്ങുകളാണ് തുടങ്ങുന്നത്. അതിനുശേഷം 9-10-നും 10-10-നും ഇടയ്ക്ക് അഷ്ടബന്ധ ലേപനം നടത്തുന്നത് ബ്രഹ്മശ്രീ ഫറൂസ് രാകേഷ് തന്ത്രികളാണ്. അതിനുശേഷം ബ്രഹ്മകലശവും ഖണ്ഡബ്രഹ്മകലശവും തുടർന്ന് സഹസ്രകലശവും നടത്തപ്പെടും. കേരളത്തിലെ അറിയപ്പെടുന്ന ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദേവപ്രശ്ന വിധിപ്രകാരമുള്ള പരിഹാരക്രിയകളും അതുപോലെ തന്നെ അഷ്ടബന്ധ ലേപനവും സഹസ്ര കലശവും അടക്കമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പരിപാടികളാണ് ഈ 14 മുതൽ 22 വരെ നടക്കുന്നത്. പരിപാടികൾ വിശദീകരിച്ചു നടന്ന വാർത്താ സമ്മേളനത്തിൽ മീനച്ചിൽ യൂണിയൻ ജോയിന്റ് കൺവീനർ KR ഷാജി, ശാഖാ പ്രസിഡന്റ് സോളി ഷാജി, വൈസ് പ്രസിഡന്റ് ജ്യോതിഷ് ടി ഗുരുഭവൻ, സെക്രട്ടറി AM മോഹനൻ അള്ളുങ്കൽ, നവീകരണ കലശ കമ്മിറ്റി ചെയർമാൻ PV തുളസീധരൻ പുത്തമ്പുരയ്ക്കൽ, കൺവീനർ PS വിനോദ് പാട്ടംകല്ലുങ്കൽ, വൈസ് ചെയർമാൻ AR ലെനിൻമോൻ ആരോലിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ദൃശ്യ ന്യൂസ് പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് വിൽസൺ കല്ലുടിക്കിൽ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിർത്തിവെച്ച പട്ടയ നടപടികൾ പുനരാരംഭിക്കുക, പഞ്ചായത്തിലെ കൃഷിഭൂമിയുടെ അതിർത്തികൾ നിർണ്ണയിച്ച് കൃഷിഭവനിൽ വിവരം ലഭ്യമാക്കുക, കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൊന്ന് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന കർഷകന് പാരിതോഷികം നൽകുക, കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കൊന്ന് പരസ്യ ലേലം ചെയ്ത് പഞ്ചായത്ത് ഫണ്ടിൽ മുതൽക്കൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തിയത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിർത്തിയായ കുട്ടപ്പൻ സിറ്റിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ക്യാപ്റ്റൻ വിൽസൺ കല്ലടിക്കലിന് പതാക കൈമാറി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ കർഷകരെ LDF സർക്കാർ വംശഹത്യ നടത്തുകയാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ഏതെങ്കിലും ഒരു വംശത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയ 2ാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാരെ വംശഹത്യ ചെയ്യാൻ ശ്രമം നടന്നു. പിൽക്കാലത്ത് അർമീനിയയിലുള്ള ജനങ്ങളെ ടർക്കി അധിനിവേശം ചെയ്തപ്പോൾ അവിടെ വംശഹത്യ നടന്നു. ഇറാഖിൽ കുർദുകളെ വംശഹത്യ നടക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിയേറ്റ കർഷകരെ നമ്മളൊരു വംശമായിട്ട് പരിഗണിച്ചാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ആസൂത്രിതമായി സിസ്റ്റമാറ്റിക്കായി കുടിയേറ്റ കർഷകരെ വംശഹത്യ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുമാരമംഗലം പഞ്ചായത്തില് ഹൈപ്പവർ കമ്മിറ്റി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസയറിയിച്ച് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജോയ് കൊച്ചുകരോട്ട്, KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ, സിൽവി സോജൻ, ജോസ് പൊടിക്കൽ പുത്തൻപുര, സലീം പിച്ചാമ്പറ, ജോസ് മുണ്ടക്കാട്ട്, ലിസി മാത്യു എന്നിവർ സംസാരിച്ചു. ദൃശ്യ ന്യൂസ് ഇടുക്കി. രാസലഹരിയുടെ പിടിയിലമരുന്ന കുട്ടികളെ രക്ഷിക്കാൻ കായികരംഗത്തിന് മാത്രമേ കഴിയൂവെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ഡേ ബോർഡിംഗ് സെൻ്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് കാൽവേരി മൗണ്ടിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള 5 ഡേ ബോർഡിംഗ് സെൻ്ററുകളുടെ ഉദ്ഘാടനമാണ് കാൽവരി മൗണ്ട് സെൻറ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മദ്യപാനവും ഉപരിയും എക്കാലത്തും കുട്ടികളെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്നുള്ളത് നല്ലവണ്ണം സുഷ്മിയോടെ നിരീക്ഷിക്കുന്ന
അനുഭവം. അതോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കാര്യങ്ങൾ മാറി രാസലഹരിയുടെ കൂടിയാണ് നമ്മൾ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നൊരു ബോധ്യം നല്ല തിരിച്ചറിവോടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമ്മുടെ മാനസികാരോഗ്യ നിലയിൽ ബോധ്യപ്പെടുത്താൻ ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് തകടിയൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ്, CMI കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന സണ്ണി, ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ സ്വാഗതവും കാൽവരി മൗണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് നന്ദിയും രേഖപ്പെടുത്തി. ദൃശ്യന്യൂസ് ഇടുക്കി. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അമ്പെയ്ത്ത് മത്സരത്തിൽ ജേതാക്കളായ കൂത്താട്ടുകുളത്തെ 5 പെൺകുട്ടികൾ ദേശീയ സ്കൂൾ ഗെയിംസിലേക്ക് അർഹത നേടി. വഴിത്തല സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ +2 വിദ്യാർത്ഥിനി കൽഹാര ബിജോയ്, വയനാട് പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നിഹാര ബിജോയ്, വഴിത്തല സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനി അന്ന ബിജു, ഇൻഫന്റ് ജീസസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യ മനോജ്, വടകര സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ ദിൽഷ രജീഷ് എന്നിവരാണ് അർഹത നേടിയത്. കൂത്താട്ടുകുളത്തെ എലിസൺസ് അക്കാദമിയിൽ പരിശീലനം നേടിയവരാണ്. മുൻ നാഷണൽ ചാമ്പ്യനായിരുന്ന അജിത് ബാബുവിൻ്റെയും നിഖിൽ സാജൻ്റെയും കീഴിലാണ് ഇവർ പരിശീലിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭാ സ്റ്റേഡിയത്തിലാണ് പരിശീലനം. നവംബർ ആദ്യവാരത്തിൽ റാഞ്ചി, ഇംഫാൽ, വാരണാസി എന്നിവിടങ്ങളിലാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. 67ാമത്തെ സ്കൂൾ ഗെയിംസ് കൊല്ലത്ത് വെച്ച് നടന്നതിൽ അണ്ടർ 19 കാറ്റഗറിയിൽ റീകർവ് വിഭാഗത്തിൽ എനിക്ക് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. അതുപോലെ കൽഹാരയ്ക്ക് ഇന്ത്യൻ റൗണ്ടിൽ അണ്ടർ 17 കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അതുപോലെ അനന്യയും അണ്ടർ 19 കാറ്റഗറിയിൽ ഇന്ത്യൻ റൗണ്ടിൽ 4th പ്രൈസോടുകൂടി നാഷണലിലോട്ട് സെലക്ട് ആയിട്ടുണ്ട്. എലിസൺസ് ആർച്ചറി അക്കാഡമിയിൽ ആണ് ഞങ്ങൾ പരിശീലിക്കുന്നത്. ഞങ്ങളുടെ കോച്ചുമാരായ അജിത് സാറും നിഖിൽ സാറും ഞങ്ങളുടെ വിജയത്തിൽ ഒത്തിരി പങ്ക് വഹിച്ചിട്ടുണ്ട്. സീനിയർ നാഷണൽസ് നടക്കുന്നത് മണിപ്പൂർ വെച്ചിട്ടും അതുപോലെ ജൂനിയർ നാഷണൽസ് നടക്കുന്നത് ജാർഖണ്ഡ് വെച്ചിട്ടുമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും നാഷണൽസിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പരിശീലിക്കുന്നത് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിലാണ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ഇവിടെയാണ് പരിശീലിക്കുന്നത്. ഇവിടെ വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ 70 മീറ്ററൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരുമ്പാവൂർ വരെ പോകേണ്ട അവസ്ഥയായിരുന്നു. ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പിന്നെ നമുക്ക് ഒത്തിരി അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഗ്രൗണ്ടിൽ മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. നമുക്കിപ്പോൾ കറക്റ്റ് 2-3 ദിവസം മുമ്പാണ് കൊല്ലത്ത് വെച്ചുള്ള സ്റ്റേറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞത് സ്കൂൾ ഗെയിംസിൻ്റെ. അവിടെ വെച്ച് നമ്മുടെ 5 കുട്ടികൾക്ക് നാഷണൽ ലെവലിലേക്കുള്ള പാർട്ടിസിപ്പേഷനുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 കുട്ടികൾ ഗോൾഡ് മെഡൽ ജേതാക്കളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരിപ്പോൾ ചാമ്പ്യൻസാണ്. 3ാമത്തെ കുട്ടി ബ്രോൺസ് മെഡലാണ്. അപ്പോൾ നമുക്ക് 3 മെഡലുകളാണ് ഇപ്പോൾ തന്നെ നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇനിയും നിരവധി പുരസ്കാരങ്ങൾ കിട്ടാൻ കിടക്കുകയാണ്. കാരണം ഇനിയും മത്സരങ്ങളും അസോസിയേഷൻ ഗെയിംസും കാര്യങ്ങളും വരാനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രചോദനവും ഇവിടുത്തെ എല്ലാവരുടെ സപ്പോർട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് നമുക്ക് ഈ ഗ്രൗണ്ട് കിട്ടുന്നതും ഇവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും. അപ്പോൾ ഇനിയും അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇനിയും അസോസിയേഷൻ ഗെയിംസിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയും കൂടുതൽ പ്രതീക്ഷകളും ഇവിടുന്ന് നമ്മുടെ ഈ കൂത്താട്ടുകുളത്തു നിന്നും കൂടുതൽ കുട്ടികൾ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കരൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് 2025 നടന്നു. ഉദ്ഘാടനവും വികസന രേഖ പ്രകാശനവും ജോസ് കെ മാണി MP നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഹരിതം കേരളം, ആർദ്രം, ലൈഫ് ഭവന പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവ കരൂർ പഞ്ചായത്തിൽ മികച്ച രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖല, മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാർ, SC/ST വിഭാഗങ്ങൾ ഉന്നമനം എന്നീ മേഖലകളിലും കരൂർ പഞ്ചായത്ത് മികവ് തെളിയിച്ചിട്ടുണ്ട്. നാടിൻ്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികളാണ് വികസന സദസ്സിൽ ഉൾപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു ജോർജ് വെട്ടത്തേട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ തങ്കച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ നിക്ഷേപത്തിനെതിരെ റെയിൽവേ കരാർ തൊഴിലാളികൾ തലയോലപ്പറമ്പിൽ മാർച്ചും ധർണയും നടത്തി. RCLU CITU നേതൃത്വത്തിൽ പിറവം റോഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 1 മാസം മുൻപ് ഉത്തരേന്ത്യക്കാരനായ ഒരു കരാറുകാരൻ പിറവം റോഡിൽ തുടങ്ങിയ മെയിൻ്റനൻസ് വർക്ക് നിർത്തിപ്പോവുകയും
രണ്ടാഴ്ച കാലത്തെ കൂലി നൽകാതിരിക്കുകയും മറ്റൊരു കോൺട്രാക്ടർക്ക് വർക്ക് നൽകുകയും ചെയ്തതായി പ്രതിഷേധക്കാർ പറയുന്നു. HS ഇൻഫ്രാടെക് ലക്നൗ എന്ന ഉത്തരേന്ത്യൻ കമ്പനിയാണ് വർക്ക് ഉപേക്ഷിച്ചു പോയത്. പിറവം റോഡിൽ നടന്ന ധർണ RCLU സംസ്ഥാന സെക്രട്ടറി KJ ഐസക് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഷ്ടപ്പെട്ട ജോലി തിരിച്ചുപിടിക്കുവാൻ ശക്തമായ സമരപരിപാടികൾ നടത്താനാണ് തീരുമാനം. ഈ തൊഴിലാളികളെ മാറ്റി നിർത്തി ഒരു ഉദ്യോഗസ്ഥനും ഒരു കോൺട്രാക്ടറും തമ്മിൽ ഒത്തുകളിച്ച് ഇവരെ പെട്ടെന്ന് മാറ്റി നിർത്തി പുറത്തുനിന്ന് കുറെ ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തിനായാണ് ഇവര് കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ? ഇവര് കുടുംബം പോറ്റാൻ വേണ്ടി 30 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിനി പെട്ടെന്ന് വേറെ ജോലിക്ക് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഈ കോൺട്രാക്ടർമാരുടെ അസോസിയേഷനുമായി ഞങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ എഗ്രിമെന്റ് പുതുക്കുന്നു. ഈ വർഷവും ഞങ്ങൾ എഗ്രിമെന്റ് പുതുക്കി 1100 രൂപ ഒരു ദിവസത്തെ കൂലി എന്ന നിലയ്ക്ക് എഗ്രിമെന്റ് പുതുക്കി വെച്ചിരിക്കുകയാണ്. ആ എഗ്രിമെന്റ് ഉള്ളപ്പോൾ ഈ തൊഴിലാളികളെല്ലാം വിളിക്കേണ്ടത് വേറെ തൊഴിലാളികൾ വിളിക്കാമോ? എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന തൊഴിലാളികളല്ലേ അവര് ജോലിക്ക് പിടിക്കാൻ പാടുള്ളൂ. ഒന്ന് ഇവർ എക്സ്പെർട്ട് തൊഴിലാളികൾ. ഇത് പത്രപ്രധാന മേഖല, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനുമായി പന്താടുന്ന മേഖല. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.